കോഴിക്കോട് നിന്ന് വെറും 45 കിലോമീറ്റർ മാത്രം മാറി വെറും ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന ഒരു അടിപൊളി സ്പോട്ട്. നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയതേ ഈ ഒരു മലയുടെ മുകളിൽ കയറി നല്ലൊരു സൺറൈസൊക്കെ കണ്ട് താഴത്തെ കോടമഞ്ഞൊക്കെ ആസ്വദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ കണ്ടാലോ ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ. നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് ഒരു 550-560 മീറ്റർ മീൻ സീ ലെവലിൽ നിന്ന് ഉയരത്തിൽ ഒരു അടിപൊളി വ്യൂ പോയിന്റിലാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ളവർക്കൊക്കെ ഒരു വൺ ഡേ കൊണ്ട് വന്ന് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട്. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി സൺറൈസ് പിടിക്കാൻ വന്നതാണ്. ചിരിപ്പിക്കരുത്, നമ്മളിവിടെ ആക്ച്വലി സൺറൈസ് പിടിക്കാൻ വന്നതാണ്. പക്ഷേ സൺറൈസ് നമ്മൾ നിൽക്കുന്ന വ്യൂ പോയിന്റ് നേരെ ഓപ്പോസിറ്റ് ആയി പോയി. എന്നാലും പുറകിലാരി വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാം, ഒരു രക്ഷയില്ല കോടമഞ്ഞൊക്കെ ഇട്ട്. അപ്പോൾ എവിടെയാണെന്നുള്ള സ്ഥലം ഇത് വയലടയിലാണ്. വയലടയിൽ മുള്ളൻപാറ അങ്ങനെ എന്തോ പറഞ്ഞൊരു വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിൻറ്റിൻ്റെ പേര് കറക്റ്റോടെ എഴുതി വരും, ഓർമ്മയൊക്കെ പോയി തുടങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ വയലടയുടെ വിശേഷങ്ങൾ കാണാം, ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എൻ്റെ കൂടെ ശില്പ ചേച്ചി ഉണ്ട്, എൻ്റെ കൂടെ ULTS വർക്ക് ചെയ്യുന്നതാണ്. ജോർജ് ഉണ്ട്, അർജുനുണ്ട്, എൻ്റെ ഒപ്പം MGU പഠിച്ചാണ്, കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോടൊരു സോറി പറയുന്നത്, കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഈ ജോലി തിരക്കും കാരണം, ജോലിക്കൊക്കെ കയറിയ കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്നാണ് സമയം കിട്ടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. അപ്പോൾ ഏതൊരു അടിപൊളി വീഡിയോ കണ്ടാലോ. ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വെൽക്കം പറഞ്ഞേ. അപ്പോൾ സമയം എന്തേ നമുക്ക് 4:45 സൺറൈസ് പിടിക്കാനാണ് പ്ലാൻ. ഇപ്പോൾ ജോർജ് ഉണ്ട്, അർജുനുണ്ട്, ശില്പാജി ഉണ്ട്. ദിസ് ഈസ് ശില്പ, എൻ്റെ കലീഗാണ്. ശില്പ ആൻറ്റിയാണ്. അപ്പോൾ പോവല്ലേ, വയലട പോവല്ലേ? അതേ പോകുന്ന വഴിക്ക് നല്ല ചൂട് സ്ട്രോങ് ചായ ഉണ്ടേ, നല്ല കലത്തപ്പം, ബാക്ക്ഗ്രൗണ്ടിലെല്ലാം അടിപൊളി ഹിന്ദി പാട്ട്. ചേട്ടനാണ് നമുക്ക് പാട്ടൊക്കെ ഇട്ടുന്നത്. ചേട്ടൻ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞ വീഡിയോയില്. അപ്പം നമ്മളിത് സൺറൈസ് പിടിക്കാൻ ആദ്യത്തെ വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തിയേക്കാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ ചേച്ചി നടത്തുന്നത്. അപ്പോൾ അതെ ഈ വഴി അങ്ങോട്ട് പോയി നോക്കാം. പിള്ളേരൊക്കെ അതേ ഫ്രണ്ടിൽ പോയി. അപ്പോൾ ശില്പാൻറ്റി ഇതേ ഫ്രണ്ടിൽ പരദൂഷണം പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ 200 മീറ്റർ നടന്നു വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇവിടെ വണ്ടി നിർത്താനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ പോകുന്ന വഴി ഇത് ഇവിടെ DTPCയുടെ ഒരു കഫ്റ്റേറിയ ഒക്കെ കാണാം. ഇപ്പോൾ വ്യൂ പോയിൻറ്റിൻ്റെ സമയം കണ്ടില്ലേ, 6 AM to 6 PM എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയല്ല, ഈ ഒരു കുഞ്ഞു വഴിയാണ് നമ്മൾ പോയത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയലട ഐലൻഡ് വ്യൂ മുള്ളൻപാറ ആ ഒരു വ്യൂ പോയിൻ്റാണ്, മൗണ്ട് വയലട വ്യൂ പോയിന്റ്. സോ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ആ കയറ്റം ഫുള്ള് കയറി മേളിലെത്തിയിരിക്കുകയാണ്. മേളിലെത്തിയപ്പോഴുള്ള വ്യൂ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലല്ലോ. എങ്ങനെയുണ്ട് പോനെ? എങ്ങനെയുണ്ട് ആൻറ്റി? അപ്പം ഞാനും ജോർജും ഇതിൻ്റെ ഈ തുമ്പത്ത് വന്നിരുന്ന് ഇങ്ങനെ വ്യൂ ആസ്വദിക്കുകയാണ്. പക്ഷെ എന്ത് രസമാണെന്ന് നോക്കി. എനിക്ക് തോന്നുന്നത് ആ കാണുന്നത് കക്കയം ഡാമിൻ്റെ റിസർവോയർ ആണെന്നാണ്. ഉറപ്പില്ല, ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. കക്കയം ഡാമിൻ്റെ റിസർവോയർ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കക്കയം ഡാം റിസർവോയർ എന്ന് പറഞ്ഞ് എഴുതി വരും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് കക്കയം ഡാം റിസർവോയർ എന്ന് പറഞ്ഞ് എഴുതി വരും. ചില രക്ഷയില കണ്ട ആ ഒരു ഫുള്ള് ഇങ്ങനെ മറ്റേ കോട കയറി നിൽക്കുന്ന താഴെ മൊത്തം ആ ഒരു വിൻ്ററിൽ വന്നതിൻ്റെ ഗുണമാണത്. അപ്പോൾ ചെറിയൊരു തിരുത്തുണ്ട് ഗൈസ്. ആ കാണുന്നത് എന്താ നമ്മുടെ കക്കയം ഡാമിൻ്റെ അല്ല, പെരുവണ്ണാമുഴി ഡാമിൻ്റെ റിസർവോയർ ഏരിയയാണ് നമ്മളിങ്ങനെ താഴെ കാണുന്നത്. അപ്പം നമ്മളിത് ആ ഒരു കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മനസ്സമാധാനത്തിലിരിക്കുകയാണ്. എന്ത് തോന്നുന്നു അർജുൻ സാർ സ്ഥലത്തിനെ പറ്റി? ശില്പാജി എങ്ങനെയുണ്ട് സ്ഥലം? ശില്പാജി നമ്മുടെ ഫാമിലി, ഹാപ്പി ട്രാവലിംഗ് ഫാമിലിക്ക് പുതിയൊരു അഡീഷനാണ്. അപ്പോൾ തുടർന്ന് ഇനി യാത്രകൾ ഉണ്ടാവട്ടെ, സ്പോൺസർ ചെയ്യാനൊക്കെ. അർജുൻ സാറ് നമ്മുടെ ഒപ്പം കോളേജിൽ നിന്നുള്ള കോളേജ് ട്രിപ്പിന് വന്നിട്ടുണ്ടെങ്കിൽ അധികം ഫ്രെയിമിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ വെൽക്കം ടു ദ ഫാമിലി. ഈ ചങ്ങായിനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ അതേ ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു സൺഡേ ആയിട്ട് പോലും അധികം തിരക്കൊന്നുമില്ല, കാരണം എല്ലാവർക്കും രാവിലെ എണീറ്റ് വരാൻ മടിയും. ദൈവനെയൊക്കെ പോലെ ഇവനൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ വിളിച്ചെണീപ്പിച്ച്. ഓക്കെ, അങ്ങനെ ആവട്ടെ. ഇപ്പം മൊത്തത്തിലൊരു 10-20-25 പേരുണ്ടാവും മൊത്തത്തിൽ ഇവിടെ ഈ ഒരു വ്യൂ കാണാൻ.
ഒരു 7 മണി 7:15 അങ്ങാണ്ടായി സമയം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങോട്ട് എൻട്രി ഫീ ഒന്നുമില്ല. 6 മണി to 6 മണിയാണ് ഇതിൻ്റെ ഒരു സമയം. രാവിലെ 6 AM to 6 PM. രണ്ടിച്ചൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞ ഇടയിലൊന്നും പറയരുതെന്ന് ഫ്ലോ പോയി. അപ്പോൾ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് അതിൻ്റെ ഒരു സമയം. വേറെ എൻട്രി ഫീയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വരാം. പിന്നെ ഫാമിലി ഫ്രണ്ട്ലി ആണോ ചോദിച്ചാൽ ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം അപ്പുറത്ത് സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട്, വട്ടവർ. പിന്നെ ഇവിടെ എനിക്കൊരു സ്റ്റേ ഉണ്ട് തോന്നുന്നു, അപ്പോൾ അവിടെ നിന്നും കുറച്ച് പേര് വരുന്നത് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേയുടെ കേസും റിസോർട്ട് അങ്ങനെ എന്തൊക്കെയുണ്ട്, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൊന്ന് പരിധി ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സുഖമല്ലേ ഇവിടെ സ്റ്റേ അടിച്ചുകൊണ്ട് രാവിലെ ഇവിടെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഉണ്ടോ? KTDCയുടെ കാറ്ററിംഗ് സർവീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ശില്പ, അത് കഫറ്റീരിയാണ്, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴേലൊക്കെ ഒന്ന് വന്ന് നോക്കി ഈ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു പാറുണ്ട്, ഇവിടെ വരുന്നവരൊക്കെ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം. ഐ മീൻ ഒരു ഐക്കോണാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ. അപ്പോൾ ഞാൻ അവിടെ കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ആ പാറയിലെ കാര്യമൊക്കെ പേരൊക്കെ എഴുതി ഒരു കണ്ണൊക്കെ വരച്ച് വികലമാക്കിയിട്ടുണ്ട്. എന്നാലും ഇവിടെ വരുന്നവരൊക്കെ തിരക്കുള്ള സമയമാണ്, ക്യൂ ആണ് ആ ഒരു പാറയിൽ കയറി ഫോട്ടോ എടുക്കാൻ. ഞാൻ വന്ന സമയത്ത് എന്തോ ഭാഗ്യം, നമ്മൾ വന്ന ടൈമിൽ വലിയ തിരക്കില്ലാത്ത കാരണം ഞാൻ കുറേ നേരം ഇരുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ സൂര്യൻ പയ്യെ ഉയർന്നു വന്നു തുടങ്ങി, ഇനിയിപ്പോൾ വെയിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ പോയിൻറ്റിനോട് വിട പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വരാൻ എന്തെങ്കിലും നിർവാഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഒന്ന് വന്ന് നോക്കുക, വലിയ ചിലവൊന്നുമില്ലല്ലോ. പിന്നെ പാർക്കിംഗ് ഒരു ഇഷ്യൂ ആണ്, നമ്മൾ വന്നില്ല ആ ഒരു പോയിന്റ് വരെയൊക്കെ കാർ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നാരോ റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നോക്കിയും കണ്ടൊക്കെ വരിക. ബൈക്ക് സീനില്ല, കാറ് ഇച്ചിരി സീനാവും. എന്നാലും കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ, കാറിലൊക്കെ വരുന്നുണ്ട്, പാർക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇച്ചിരി നാരോ റോഡാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുട്ടികളും പ്രായമായവരൊക്കെ വരികയാണെങ്കിൽ കുറച്ച് സ്റ്റീപ്പായിട്ടൊരു 750 മീറ്റർ നമ്മൾ കയറണം. അപ്പോൾ കുട്ടികളും പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതൊന്ന് കണക്കിൽ വയ്ക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ തന്നെ വയനാട് തന്നെ മറ്റൊരു ക്ലൗഡ് ബേ പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയേണ്ട ഒരു പ്ലാറ്റ്ഫോമൊക്കെ കെട്ടി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഒരു വ്യൂ പോയിൻ്റ്. അപ്പോൾ നമ്മൾ അടുത്ത് പോകുമ്പോൾ അങ്ങോട്ടാണ്. അപ്പോൾ അടിപൊളി വീഡിയോകളൊക്കെ ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.